ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു മൂന്നാളും കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കുന്ന ഒച്ച കേട്ടതും ശങ്കറിൻ്റെ തല പൊന്തിയ പൊന്തൽ കണ്ടില്ലേ. എന്തുറക്കത്തിലാണെന്നുണ്ടെങ്കിലും ആൾ ചെറിയൊരു ശബ്ദം കേട്ടാൽ വരെ നല്ല ശ്രദ്ധയോടെ അതുപോലെ നോക്കിയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ ചെറിയൊരു പരിപാടി എടുക്കുന്നുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി പോയി കേട്ടോ. സാധാരണഗതിയിലൊന്നും പോകാറില്ല, കാരണം ഇതുപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമ്പോൾ അപ്പുറത്ത് ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ മേട്ട് ഇവിടെ ഇല്ലാത്തത് വലിയൊരു ഭാഗ്യമായി പോയി കേട്ടോ. കാരണം ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അവനിവിടെ ഭയങ്കര ബുദ്ധിമുട്ടായാണ് കേട്ടോ. അതുകൊണ്ട് സമാധാനം തോന്നുന്നുണ്ട്. അല്ലറ ചില്ലറ നാട്ടുകാരുടെ പരിപാടികളും അതിൻ്റെ കൂടെ തന്നെ കണ്ണൂർ സലീം ഫാമിലിയുടെ ഒരു ചെറിയൊരു പാട്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞാൽ കണ്ണൂർ സലീം ഫാമിലിയെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് കൂടുതൽ വൈറലായത് ഇവരുടെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഇടയിൽ നടന്നൊരു ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് വരുന്ന കാണാമെന്നുള്ള രീതിയിൽ ഇരുന്നതാണെങ്കിൽ പോലും ബാക്കിലിരുന്ന് എന്നെ ഫ്രണ്ടിലിരുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസ് കേട്ടോ. ചെറിയൊരു ഫാൻ ബേസ് ആയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കുറേയൊരു ആളുകൾ അങ്ങോട്ട് കയ്യിലെടുത്തു എന്ന് പറയാമല്ലോ. ഏകദേശം ഒരു മണിയോട് കൂടിയിട്ടൊക്കെ ആളുകൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. ആക്റ്റീവായി ഇവരുടെ കൂടെ പരിപാടിക്കൊക്കെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തായാലും ഇവരുടെ പെർഫോമൻസ് കിടുമായിരുന്നു കേട്ടോ. ഒരു ഡൗട്ടും ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് കഴിഞ്ഞോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാരണ ഒരു ഗാനമേളയിൽ കയറുമ്പോൾ ഇതെന്താ കഴിയാത്തതെന്ന് പല തവണകളിലായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവർ ചില പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇവരുടെ പാപ്പയുടെ പാട്ടുകൾ നമ്മൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാട്ടുകൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരും ഇതുപോലെ സഹോദരങ്ങൾ പാടുന്ന കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയത്. ഇവരെ പരിപാടി കഴിഞ്ഞതും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയെന്ന് പറയാം കേട്ടോ. നേരെ അങ്ങോട്ട് വെള്ളാമ്പുറത്ത് പോയി. അപ്പോൾ തൊട്ടപ്പുറത്ത് മോങ്ങത്ത് തന്നെ നമ്മുടെ ചെറിയൊരു ചായക്കട ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്ന് ഇവിടുന്ന് ചായ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് വീട്ടിലെത്തിയടോ. വീട്ടിലെത്തിയപ്പോൾ മൂന്നാൾ നല്ലൊരു ഉറക്കമൊക്കെ ആയിരുന്നു. പാട്ടും ബഹളമൊന്നും ഇവർ കേൾക്കുന്നേ ഇല്ല. അടുത്തേക്ക് എത്തി ഇവരെ കുറച്ച് നേരം അങ്ങോട്ട് കൊഞ്ചിച്ചു. നമ്മളെ ശങ്കറിന് താഴെയാണ് കിടക്കണത്. ശങ്കറിൻ്റെ കൂടെ ഇടാൻ ആഗ്രഹമില്ല അതിൻ്റെ കേട്ടോ. പക്ഷേ ഭയങ്കര അടിയാണ്. ശങ്കറിന് മേല് നന്നായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ 3 എണ്ണത്തിന് നമ്മൾ അകത്ത് കയറ്റിയിട്ടായിരുന്നു. കാരണം നല്ല മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ ഇടിയോടുകൂടെ മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫോണും കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ ഈ ഒരു പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് നേരം ഇവരുടെ കൂടെ ഒന്ന് ചിറ്റാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇച്ചിരി വിഷ്വൽസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, പെർഫോമൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ആ ഒരു വൈബ് അങ്ങോട്ട് വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടുകാർ ഏറ്റെടുക്കുന്നത് കണ്ടപ്പോഴും അതിൽ ഇൻവോൾവ് ആവുന്നത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം പൊളിച്ച് ഗൈസ്.